ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നമുക്കൊപ്പം എന്നും നമ്മുടെ നിഴലുണ്ടാകുമെന്ന വിശ്വാസത്തിന് മാറ്റങ്ങൾ വരുന്നു. നമുക്കൊപ്പം നമ്മുടെ നിഴലില്ലാത്ത ചില മുഹൂർത്തങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. ഒരു വർഷത്തിൽ 2 തവണ നിഴലില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ ഏപ്രിൽ 10 മുതൽ 23 വരെയും ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 1 വരെയുമാണ് നിഴലില്ലാത്ത അവസ്ഥ ഉണ്ടാകാറ്. ഏപ്രിൽ 10 നട്ടുച്ചയ്ക്ക് 12:20 മുതൽ 12:30 വരെ തിരുവനന്തപുരത്തും, ഏപ്രിൽ 11 കൊല്ലത്തും, അങ്ങനെ വടക്കോട്ടുള്ള ഓരോ പ്രദേശങ്ങളിൽ ഓരോ ദിവസമായി ഈ പ്രതിഭാസം കാണപ്പെടും. ഏപ്രിൽ 23 കാസർഗോഡിൽ ഇത് പ്രകടമാവുന്നത്. മാത്രമല്ല, ആഴമുള്ള കിണറിലേക്ക് നോക്കിയാൽ അതിന്റെ അടിവരെ സൂര്യന്റെ പ്രതിബിംബം കാണാൻ സാധിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് മൂലവും ഒപ്പം ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും, അതായത് റൊട്ടേഷനും റെവല്യൂഷനും ഏതാണ്ട് ഒരേ രീതിയിൽ വരുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന് 23.5 ഡിഗ്രി ചെരിവുണ്ട്. ഇതിന്റെ ഭാഗമായി ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിലുള്ള പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം പ്രകടമാവുക. ഈ സമയത്ത് സൂര്യപ്രകാശം കൃത്യം ലംബമായി ഭൂമിയിൽ പതിക്കുന്നതിനാലാണ് ഓരോ പ്രദേശങ്ങളിലും ഇത്തരം നിഴൽ കാണാൻ സാധിക്കാത്തത്. 1-2 സെക്കൻഡുകൾ മാത്രമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ കാണുമ്പോൾ ചില മിനിറ്റുകൾ അവ നീണ്ടു നിൽക്കും. വാസ്തവത്തിൽ നിഴൽ ഉണ്ടാവാതിരിക്കുന്നില്ല. എല്ലാ വസ്തുവിനും നേരടിയിലാണ് നിഴലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമുക്കത് വേർതിരിച്ച് കാണാൻ കഴിയാത്തത്. കൂട്ടുകാരെ, നിങ്ങളുടെ നാട്ടിൽ നിഴലില്ലാത്ത അവസ്ഥ വരുന്ന ദിവസം പരീക്ഷിച്ചു നോക്കി അതിന്റെ അനുഭവം കമന്റ് ചെയ്യണേ.